സൺഗ്ലാസസിലെ ഡിഫറെന്റ് ഷെയ്ഡ്സ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണമെന്നുള്ള നോക്കാം. ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും ഒരു സൺഗ്ലാസിന്റെ കളർ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സിന്റെ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്നാൽ കുറച്ച് കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഉള്ള ആ ഒരു ക്വാളിറ്റിനെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഓരോ കളർ ടിൻറ്റുകളിലും ഡിഫറെൻറ്റ് എമൗണ്ടിലായിരിക്കും. ഫസ്റ്റ് വണ്ണ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ടോട്ടൽ ലൈറ്റിൻ്റെ എമൗണ്ട്. രണ്ടാമത്തേത് കളറുകളുടെ ന്യൂട്രാലിറ്റി. ചില ടിൻറ്റുകളിലൂടെ നോക്കുന്ന സമയത്ത് ഗ്രീനിനെ നമുക്ക് ചിലപ്പോൾ ബ്ലൂ ആയിട്ട് തോന്നും, ബ്ലൂവിനെ നമുക്ക് ചിലപ്പോൾ റെഡ് ആയിട്ട് തോന്നും. ലാസ്റ്റ് വൺ കോൺട്രാസ്റ്റിൻ്റെ എൻഹാൻസ്മെൻറ്റ്. ഇപ്പോൾ ഈ 3 മെഷേഴ്സും ഓരോ കളേഴ്സിലും ഡിഫറെൻറ്റ് ലെവൽസിലായിരിക്കും. സോ ഇനി നമുക്ക് ഓരോ കളേഴ്സും അതിന് ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. ഗ്രേ ടിന്റ് സാധാരണ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലും അതുപോലെ ഡ്രൈവിങ്ങിൻ്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടിൻറ്റ് ഓപ്ഷനാണ് ഗ്രേ. ഗ്രേ ടിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതൊരു ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽട്ടർ പോലെ ആക്ട് ചെയ്തിട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ലൈറ്റിനെ നല്ല രീതിക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡേ ടൈം ഡ്രൈവിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് ഗ്രീൻ ടിൻറ്റ്. നല്ലപോലെ ഗ്ലെയർ കട്ട് ചെയ്യാനും വിഷ്വൽ അക്യൂട്ടിനെയൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിൻറ്റാണ് ഗ്രീൻ. നെക്സ്റ്റ് ലോ ലൈറ്റ് കണ്ടീഷൻസ്, അതിൽ നൈറ്റിലുള്ള ഡ്രൈവിങ്, ഫോഗിലൂടെയുള്ള ഡ്രൈവിങ്, ആ സിറ്റുവേഷൻസിലൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് സ്റ്റഡീസ് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെൻസസിൽ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഉള്ള ടൈപ്പ് ലെൻസസുകളാണ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നത് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള ടിൻറ്റഡ് ലെൻസുകളാണ്. യെല്ലോ യൂസ് ചെയ്യുന്ന സമയത്ത് കോൺട്രാസ്റ്റ് നല്ല രീതിയിൽ എൻഹാൻസ് ആവും. ബ്രൗണ്, ആംബർ ഈ ഒരു കളർ ടിൻറ്റ് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇനി സൈക്ലിങ്ങും സ്കൈയിങ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ റെഡ് അല്ലെങ്കിൽ റോസ് കളേഴ്സിലുള്ള ടിൻറ്റുകൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ടിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ടുള്ള ഡെപ്ത് പെർസെപ്ഷനും അതുപോലെ പ്രൊലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഐ സ്ട്രെയിൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ടിൻറ്റുകളൊക്കെ ചൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ പ്യുവർലി നിങ്ങളുടെ ചോയ്സാണ്. ഈ ടിൻറ്റ് വെച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നൊന്നുമില്ല. ആസ് പെർ സ്റ്റഡീസ് ഈ ടിൻറ്റുകളൊക്കെ ഈ സാഹചര്യങ്ങളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.